കേരളത്തിന്റെ കുംഭമേളയായ മാഘ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പോലീസ് തടഞ്ഞു. സർക്കാർ അനുമതിയില്ലാതെ പരിപാടി നടത്താനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരിപാടി തടഞ്ഞത്. സംഘാടക സമിതി വിവിധ വകുപ്പുകൾക്ക് അനുമതിക്കായി അപേക്ഷ നൽകിയിരുന്നു. ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെയാണ് മലപ്പുറം തിരുനാവായിൽ മാഘ മഹോത്സവം നിശ്ചയിച്ചത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായ ഘട്ടത്തിലാണ് പോലീസിന്റെ ഇടപെടലുണ്ടായിരിക്കുന്നത്. സർക്കാർ അനുമതി ലഭിച്ചില്ല, അനുമതി നൽകിയിട്ടില്ല എന്ന കാരണം പറഞ്ഞാണ് പോലീസിന്റെ കടും വെട്ടുണ്ടായിരിക്കുന്നത്. ഹൈന്ദവ വിശ്വാസത്തെ, ഹൈന്ദവ സംഘടനകൾ സംഘടിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള പരിപാടികൾക്കെതിരെ സർക്കാരിൻ്റെ നയം, സർക്കാരിൻ്റെ നിലപാട് അതൊരിക്കൽ കൂടി വ്യക്തമാവുകയാണ്. അരുൺ ആലത്തൂർ ചേരുകയാണ് വിശദാംശങ്ങളുമായി. അരുൺ, ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് സർക്കാരിൻ്റെ, പോലീസിൻ്റെ കടും വെട്ട്. പക്ഷേ ഒരു കാരണവും ഒരു വിശദീകരണവും ഇതിന് നൽകിയിട്ടുമില്ല. പ്രത്യേകിച്ച് അനുമതി നൽകിയിട്ടില്ല എന്ന ഒരു കാരണം മാത്രം. പക്ഷേ സംഘാടകർ വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി, എല്ലാ തരത്തിലുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമ്മേളനം, ഒരു മേളം നടത്തുന്നത്. പക്ഷേ സർക്കാരിൻ്റെ പകപോക്കൽ എന്ന് വേണം ഈ ഒരു അവസാന നിമിഷത്തിലെ ഇടപെടൽ നമുക്ക് വായിച്ചെടുക്കാൻ, മനസ്സിലാക്കാനല്ലേ? സുരേഷ്, തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിലെ ഹൈന്ദവ ജനത ഒന്നടങ്കം വലിയ രീതിയിൽ കാത്തിരിക്കുന്ന ഒരു ഉത്സവമാണ് മഹാമാഘ മഹോത്സവം. ദക്ഷിണേന്ത്യയിലെ കുംഭമേള എന്ന തരത്തിൽ ഏകദേശം 250 വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷുകാരുടെ ഇടപെടലോടുകൂടി നിന്നു പോയിട്ടുള്ള ആ ഒരു കുംഭമേള വീണ്ടും മലപ്പുറത്തെ തിരുനാവായയുടെ മണ്ണിൽ ആരംഭിക്കുന്നു, അത് തുടങ്ങുന്നു എന്നുള്ളത് വലിയ ആവേശത്തോടു കൂടിയാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. 18-ാം തീയതി, ജനുവരി 18 മുതൽ ഫെബ്രുവരി 3-ാം തീയതി വരെ നടക്കുന്ന ഈ കുംഭമേളയിലേക്ക് ഭക്തലക്ഷങ്ങൾ ഒഴുകിയെത്തുമെന്നുള്ളതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ഏതായാലും ആ പരിപാടി, അതിൻ്റെ സംഘാടകർ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടെ അവർ കൃത്യമായിട്ട് ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തി വിശദീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനിടയ്ക്കാണ് ഇപ്പോൾ ആ കുംഭമേളയ്ക്ക് അനുമതി നിഷേധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പോലീസ് അത് തടയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. റവന്യൂ വകുപ്പ് അധികൃതർ ഉൾപ്പെടെ അവിടെ എത്തിയാണ് ഇപ്പോൾ ആ കുംഭമേളയുടെ ഒരുക്കങ്ങളെ തടഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. സർക്കാരിൻ്റെ അനുമതിയില്ല എന്നുള്ളതാണ് പറയുന്നത്. പോലീസും അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് അധികൃതരും ഒക്കെ എത്തിയിട്ടാണ് ഇപ്പോൾ ഭാരതപ്പുഴയിലെ താൽക്കാലിക പാലം നിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ സ്റ്റോപ്പ് മെമ്മോ നൽകി ഈ കുംഭമേളയുടെ ഒരുക്കങ്ങളെ തടയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഉത്തർപ്രദേശിൽ നടന്നിട്ടുള്ള കുംഭമേള, കേരളത്തിൽ നിന്നൊക്കെ ഭക്തലക്ഷങ്ങളാണ് ഒഴുകി എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെയൊക്കെ ഭക്തർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത തരത്തിൽ വലിയ തിക്കും തിരക്കും അനുഭവപ്പെട്ടു. അവിടുത്തെ സംസ്ഥാന സർക്കാരിന് പോലും ആ കുംഭമേള നടത്തിപ്പ് മൂലം അവിടെ വലിയ വരുമാനം സർക്കാരിലേക്ക് പോലും നികുതി പണമായി എത്തുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിനും സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു കുംഭമേള, കേരളത്തിൻ്റെ മണ്ണിൽ 250 വർഷം മുൻപ് നിന്നു പോയിട്ടുള്ളൊരു മേള വീണ്ടും നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിന് പിന്തുണ നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. തന്നെയാണ് അത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയ പിന്തുണയാണ് ഇത്തരത്തിലുള്ള മഹാമേളയ്ക്ക് നൽകേണ്ടത്. പക്ഷെ അവിടെയും രാഷ്ട്രീയമായി ഇതിനെ നോക്കിക്കണ്ടു, മതത്തിന്റെ പേരിൽ ഇതിനെ നോക്കിക്കണ്ടു. ചില മതസംഘടനകളെ, വർഗീയ ശക്തികളെ, ന്യൂനപക്ഷ സംഘടനയെ പ്രീതിപ്പെടുത്താനുള്ള ഒരു അടവ്, അത് തന്നെയാണ് പോലീസ് ഇപ്പോഴും, സർക്കാർ ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ സംസ്ഥാനം ഭരിക്കുന്ന കക്ഷിക്ക് വലിയ തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും മറ്റുമൊക്കെ, അല്ലെങ്കിൽ വർഗീയ ശക്തികളെയൊക്കെ കൂട്ടുപിടിക്കുന്നതിനും അവരെ പ്രീണിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ആരോപണം. ഏതായാലും ഈ സംഭവത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി 4 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്നുള്ള വിവരം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഉത്സവം എന്നുള്ളത് കേരളം മുഴുവൻ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഉത്സവമാണ്. ദക്ഷിണേന്ത്യയിലെ കുംഭമേള എന്നുള്ള തരത്തിൽ എല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുന്ന ഉത്സവമായിരുന്നു. മഹാമാഘമാസത്തിലെ ഭാരതത്തിലെ ഒരു നദിക്കും ഇല്ലാത്ത സവിശേഷതകളാണ് കേരളത്തിലെ കേവലം 3 ജില്ലകളിലൂടെ ഒഴുകുന്ന നിളാ നദിക്കുള്ളത്. ഈ സമയത്ത് 7 നദികളുടെ പ്രവാഹം നദിയിൽ ഉണ്ടാകുന്നത് കൊണ്ട്
പ്രതീജി പേരാറ് എന്ന പേരിൽ അറിയപ്പെടുന്ന പുഴ പിന്നീട് ഭാരതപ്പുഴ എന്നറിയപ്പെടാൻ തുടങ്ങിയെന്നുൾപ്പെടെ ഇത് തിരിച്ചറിഞ്ഞതും നിള ആരതി നടത്തിയതും നിള സ്നാനം ചെയ്തതും എല്ലാ വർഷവും ആഘോഷിക്കണമെന്ന് നിർദ്ദേശിച്ചതും പരശുരാമനാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യമായിട്ട് പറയപ്പെടുന്നത്. 2.5 പതിറ്റാണ്ട് മുമ്പ് നിലച്ചുപോയ ഈ ഒരു പൈതൃകോത്സവം 2016 മുതൽ തിരുനാവായിൽ പുനരാരംഭിക്കുകയുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഉത്സവത്തിന് വിവിധ പരിപാടികൾ നിശ്ചയിച്ചിരുന്നു. പ്രത്യേകിച്ചും ഈ ഭാരതപ്പുഴ എന്ന് പറയുമ്പോൾ ഭാരതപ്പുഴ അരുണിലേക്കത്തെ ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വിജി തമ്പി നമ്മളൊപ്പം ചിരിക്കുകയാണ്. ശ്രീ വിജി തമ്പി, മലപ്പുറം തിരുനാവായിൽ നിശ്ചയിച്ചിരുന്ന മഹാമാഘ മഹോത്സവത്തിനാണ് ഇപ്പോൾ പോലീസിന്റെ കടുംവെട്ടുണ്ടായിരിക്കുന്നത്. അനുമതി നൽകിയിട്ടില്ല, യാതൊരു വിധത്തിലുള്ള അനുമതി തേടിയിട്ടില്ല എന്ന ഒരു ന്യായീകരണമാണ് ഇവർ പറയുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? നമസ്കാരം. കേരളം അൽ കേരളമാണ്, കേരളമല്ല അൽ കേരളം എന്ന് പറയേണ്ടി വരും. കാരണം ഹിന്ദുക്കളുടെ ഒരു കാര്യവും ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹിന്ദുക്കളുടെ ലോകത്തെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നായ ഒരു ക്ഷേത്രം, അത് അബുദാബി പോലുള്ള ഒരു മുസ്ലിം രാജ്യത്ത് സംഭവിച്ചിരിക്കുന്നു. ആ രീതിയിൽ അത്രയും ആ മുസ്ലിം രാജ്യത്ത് പോലും ഹിന്ദുക്കളെ അവരെ സ്വീകരിക്കുകയും ഹിന്ദുക്കൾക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇവിടെ ഈ നിളയുടെ തീരത്ത് ഭാരതപ്പുഴ, പുഴയുടെ പേര് തന്നെ ഭാരതപ്പുഴ എന്നാണ്. ലോകത്ത് വേറൊരു സ്ഥലത്തും, ഭാരതത്തിനകത്ത് വേറൊരു സ്ഥലത്തും ഒരു ഭാരതപ്പുഴ ഉണ്ടാവില്ല. ഭാരതത്തിന്റെ പേരുള്ള ഒരു പുഴ നമ്മുടെ കേരളത്തിലാണുള്ളത്. ആ ഭാരതപ്പുഴയുടെ തീരത്ത് പണ്ടേ ഉണ്ടായിരുന്നതാണ്. പണ്ട് മാമാങ്കം എന്ന രീതിയിൽ മഹാമഹം, അതായത് സാമൂതിരി മഹാരാജാവിന്റെ കാലത്ത് പോലും ഉണ്ടായിരുന്നതാണ്. അത് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാരതപ്പുഴയുടെ പ്രത്യേകത എന്ന ത്രിവേണി സംഗമത്തിന്റെ പ്രത്യേകത, ആ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഗംഗാനദിയുടെ ഒരു സാമീപ്യം, ആ ഗംഗാനദിയുടെ ഒരു ഊർജ്ജം അവിടെ ഉണ്ടാവുന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് ഇങ്ങനൊരു മഹാമഹം നടത്തിക്കൊണ്ടിരുന്നത്. അത് കുറെ കാലമായിട്ട് ചെറിയ രീതിയിൽ നടന്നു പോകുന്നു. ഇത്തവണ നമ്മുടെ ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി സ്വാമിജികളുടെ ഒരു പ്രത്യേക താല്പര്യം, അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇത്തവണ നമ്മൾ പ്രയാഗ്രാജിൽ നടന്ന കുംഭമേളയ്ക്ക് കേരളത്തിൽ പോയവർക്കെല്ലാം വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതും അവിടുത്തെ ഒരു പ്രധാന കാര്യക്കാരനായിട്ട് നിന്ന ആളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു താല്പര്യപ്രകാരം എല്ലാ ഹൈന്ദവ സംഘടനകളും അതിനകത്ത് മുൻകൈ എടുത്തിട്ടാണ് ഇങ്ങനൊരു സംഭവത്തിലേക്ക് വന്നത്. ഭാരതം ഉറ്റുനോക്കുന്ന ഒരു സംഭവമായിരുന്നു. ഭാരതത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാ അഖാഡകളിൽ നിന്നുള്ള മഹാമണ്ഡലേശ്വരന്മാർ, അങ്ങനെയുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ എല്ലാവരും കേരളത്തിലേക്ക് എത്താൻ തീരുമാനിച്ചിരുന്നൊരു കാര്യമാണ് ഈ 18-ാം തീയതി മുതൽ ആരംഭിക്കുന്ന ഈ മഹാകുംഭമേള, കേരളത്തിലെ കുംഭമേള. ഇതിനെ തടയാന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരിക്കലും നമുക്കത് ഒരു രീതിയിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് യഥാർത്ഥ പറഞ്ഞാൽ സുപ്രീം കോടതി വരെ പോയാലും അതിന് അംഗീകാരം വാങ്ങിയെടുക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ പോലീസിന്റെ ഇടപെടൽ, പോലീസ് ഈ ഒരുക്കങ്ങൾ തടഞ്ഞ സാഹചര്യത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം, അല്ലേ? നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. കാര്യം കേരള സർക്കാർ ഈ പിണറായി ഒന്നും അല്ല തീരുമാനിക്കേണ്ടത്. തീരുമാനിക്കാൻ വരെ ആൾക്കാരുണ്ട്, അവർ തീരുമാനിക്കും. അല്ലാതെ പിണറായിയോ അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസോ അതെ, ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ, മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിന്റെ ഒരു ഏകീകരണം അത് വല്ലാതെ ഭയപ്പെടുന്നുണ്ട് ഇടതുപക്ഷ സർക്കാരിലെ. പ്രത്യേകിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ട് ചില ന്യൂനപക്ഷ സംഘടനകളെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ട് വേണം ഇതിനെ മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും. അതാണ് ഞാൻ പറഞ്ഞത്, കേരളം കേരളമല്ല അൽ കേരളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മലപ്പുറം ജില്ലയെ 4 ജില്ലയാക്കി മാറ്റാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പൊ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ കേരളത്തിന്റെ അവസ്ഥ എന്താവും? ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളം ചെകുത്താന്റെ നാടാക്കി മാറ്റുകയാണ്. അതൊരിക്കലും അനുവദിക്കാൻ കഴിയില്ല. ഇവിടെ ഹിന്ദു എന്നുള്ള ആൾ, ഒരു സ്വാഭിമാന ഹിന്ദു ഒരാളെങ്കിലും അവശേഷിക്കുന്നിടത്തോളം കാലം അത് അനുവദിക്കപ്പെടുകയില്ല. യെസ്, വളരെയധികം നന്ദി ശ്രീ വിജി തമ്പി, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. വീണ്ടും അരുണിലേക്ക്. അരുൺ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ മഹാമാഘ മഹോത്സവം അത് ചില കോണുകളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ BJPക്ക്, ഹൈന്ദവ സംഘടനകൾക്ക് വലിയ രീതിയിലുള്ള വേരോട്ടം മലയാളത്തിൻ്റെ മണ്ണിൽ, കേരളത്തിൻ്റെ മണ്ണിൽ ഉണ്ടാകുന്നു. ഇത് സർക്കാരിനെ, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ പ്രകോപിപ്പിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ നാനാഭാഗങ്ങളിലടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ, നേതാക്കൾ, സന്യാസിവര്യന്മാർ ഇവരൊക്കെയും ഒത്തുചേരുന്ന ഈ മേളയ്ക്ക് ഇത്തരമൊരു തടസ്സം നിൽക്കാൻ കാരണമായതല്ലേ?
സുരേഷ്, തീർച്ചയായിട്ടും കേരളത്തിൻ്റെ മണ്ണിൽ ധർമ്മസന്ദേശയാത്ര ഉൾപ്പെടെ വളരെ കേമമായിട്ടായിരുന്നു നടത്തിയത്. അത് വലിയ രീതിയിൽ ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ വലിയ ചലനം സൃഷ്ടിക്കുകയുണ്ടായി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഏതായാലും സന്യാസി ശ്രേഷ്ഠന്മാർ നടത്തിയ ധർമ്മസന്ദേശയാത്ര, അതിന് പിന്നാലെയാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഇത്തരത്തിലൊരു കുംഭമേളയിലേക്ക്, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ ഒരു കുംഭമേളയിലേക്ക് ആരംഭിക്കാനിരിക്കുന്നത്. 19 മുതൽ ഫെബ്രുവരി 3 വരെ ഈ മേള നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ മഹാമാഘ മഹോത്സവം നടക്കുന്ന സമയത്ത് നേരത്തെ വിജി തമ്പി അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ള അഖാഡകളിൽ നിന്നുള്ള സന്യാസി ശ്രേഷ്ഠന്മാരും അതുപോലെ തന്നെ ധാരാളം ഹൈന്ദവ വിശ്വാസികളുമൊക്കെ ഇവിടേക്ക് ഒഴുകിയെത്തും എന്നുള്ളതാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് തമിഴ്നാട്ടിലെ ത്രിമൂർത്തി മലയിൽ നിന്നാണ് ഈ ഭാരതപ്പുഴയുടെ ഉത്ഭവം. ആ ത്രിമൂർത്തി മലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഭാരതപ്പുഴ തിരുനാവായിലെ ത്രിമൂർത്തി ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് അവിടേക്ക് ആ തമിഴ്നാട്ടിലെ ത്രിമൂർത്തി മലയിൽ നിന്നും ഈ തിരുനാവായ വരെ ഒരു രഥയാത്ര ഉൾപ്പെടെയുള്ള പരിപാടികളൊക്കെ 19-ാം തീയതി ആരംഭിക്കാനിരിക്കുകയായിരുന്നു. നമ്മുടെ കേരളത്തിൻ്റെ ഗവർണർ തന്നെയാണ് ഇതിൻ്റെ ധ്വജാരോഹണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുക എന്നുള്ളതായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. അത്തരത്തിൽ വളരെ കെങ്കേമമായിട്ടുള്ള പരിപാടികളായിരുന്നു 19 മുതൽ അല്ലെങ്കിൽ 18 മുതൽ നടക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഭക്തർ എല്ലാവരും വലിയ ആകാംക്ഷയോടുകൂടി ആവേശത്തോടുകൂടി കാത്തിരുന്ന ഒന്നായിരുന്നു. നമുക്ക് ഉത്തർപ്രദേശിൽ കുംഭമേള നടക്കുന്ന സമയത്ത് അവിടേക്ക് പോകാൻ പലർക്കും കഴിയാത്ത സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ടാകും. കാരണം പലർക്കും ഇത്രയും ദൂരമൊക്കെ സഞ്ചരിച്ച് പോകാനൊക്കെ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ ഒരു കുംഭമേള, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ ഒരു കുംഭമേള നടക്കുമ്പോൾ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് എത്തി അവിടെ ഭാരതപ്പുഴയിൽ സ്നാനം ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഭാരതപ്പുഴയിലെ ആരതി കാണുന്നതാണെങ്കിലും അതൊക്കെ വലിയ പുണ്യമായിട്ട് കരുതുന്ന കാര്യങ്ങളാണ് എന്നുള്ളതിൽ തർക്കമേ ഇല്ല. ഏതായാലും അത് വിശ്വാസികൾ ഒന്നടങ്കം വലിയ അഭിമാനത്തോടെ കരുതുന്നതിനിടെയാണ്, അല്ലെങ്കിൽ ആവേശത്തോടു കൂടി ഇത്തരത്തിലൊരു കുംഭമേള കേരളത്തിന്റെ മണ്ണിലും വിപുലമായി നടക്കാൻ പോകുന്നു എന്നുള്ളത് അരുൺ, ഇവിടെ അവസാന ഘട്ടത്തിലാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തിനും റവന്യൂ വകുപ്പിന്റെ ഭാഗത്തിനും ഉണ്ടായത്. എന്ത് വിശദീകരണമാണ് ഈ 18-ന് നടക്കുന്ന മേള നിർത്തിവെക്കാൻ ഇവർ നിർത്തുന്നത്? നിലവിൽ പ്രധാനമായിട്ടും ഈ ഭാരതപ്പുഴയിൽ അവിടെ ഒരു താൽക്കാലിക പാലം നിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് റവന്യൂ അധികൃതരെത്തി ആദ്യം സ്റ്റോപ്പ് മെമ്മോ നൽകുകയായിരുന്നു. പിന്നീട് പോലീസിൻ്റെ ഉൾപ്പെടെ അകമ്പടിയോടുകൂടെ എത്തിയാണ് അതിനെ അവിടുത്തെ തുടർ പ്രവർത്തനങ്ങളെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഘാടകർ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഇത്തരം നടപടികൾ ഉണ്ടാകുന്നത് ചോദിച്ചപ്പോൾ സർക്കാരിൻ്റെ അനുമതി ഇല്ല എന്ന തരത്തിലാണ് ഈ വിഷയത്തിൽ അവരുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായിരിക്കുന്നത്, പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ കൃത്യമായിട്ട് അനുമതിക്ക് വേണ്ടി നേരത്തെ തന്നെ സംഘാടകർ അപേക്ഷ നൽകിയിരുന്നു. ആ അപേക്ഷയൊക്കെ നൽകി ഈ ഒരു കുംഭമേളയെ വിജയമാക്കേണ്ടത് ശരിക്കും സർക്കാർ കൂടെ ഒപ്പം നിന്ന് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് എന്നിരിക്കെയാണ് ഇത്തരത്തിലൊരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ കുംഭമേളയെ അല്ലെങ്കിൽ മഹാമാഘ മഹോത്സവത്തെ തടയുന്ന നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. കേരളത്തിന്റെ കുംഭമേളയായ മഹാമാഘ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങളാണ് പോലീസ് തടഞ്ഞിരിക്കുന്നത്.